പൂനെയിൽ വരനെ കൊലപ്പെടുത്തിയ മകൾ സിയയ്ക്ക് വധശിക്ഷ നൽകണമെന്ന് മാതാപിതാക്കൾ. മകളാണ് കൊലപാതകിയെങ്കിൽ വധശിക്ഷ തന്നെ നൽകണമെന്നാണ് മാതാപിതാക്കളുടെ പ്രതികരണം. സംഭവത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം. യുവ ബിസിനസ്സുകാരനെ പ്രതിശ്രുത വധുവും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികരണവുമായി വധുവിന്റെ മാതാപിതാക്കൾ. മകളാണ് കൊലപാതകം ചെയ്തതെങ്കിൽ വധശിക്ഷ തന്നെ നൽകണമെന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. മകൾക്ക് മറ്റൊരാളുമായി അടുപ്പമുള്ള കാര്യം അറിയില്ലായിരുന്നുവെന്നും മാതാപിതാക്കൾ മൊഴി നൽകി. തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം. അപകടമരണവുമായി മാറിയിരുന്ന സംഭവമാണ് കൊലപാതകമെന്ന നിഗമനത്തിലേക്ക് എത്തിച്ചത്. കൊലപാതകമെന്ന സംശയം ആദ്യം ഉന്നയിച്ചത് കൊല്ലപ്പെട്ട കേദർ അഗർവാളിന്റെ സഹോദരിയാണ്. ജൂൺ 18 പൂനെയിലെ ലോഹഗഡ് കോട്ടയിൽ കൊക്കയിലേക്ക് വീണ് കേതൻ അഗർവാൾ കൊല്ലപ്പെടുന്നത്. കേതനെ പ്രതിശ്രുത വധുവായ സിയ ഗോയലും കാമുകനും ചേർന്ന് തള്ളിയിട്ടെന്ന് പിന്നീട് കണ്ടെത്തി. അപകടം നടന്ന സമയം സാധാരണ അപകടമരണം എന്ന രീതിയിലാണ് പോലീസ് കണ്ടിരുന്നത്. മരണപ്പെട്ട് 4 ദിവസം കഴിഞ്ഞപ്പോൾ സിയ കേതന്റെ വീട്ടിലെത്തിയിരുന്നു. ഈ സമയത്ത് കേതന്റെ സഹോദരി സിയയോട് സംഭവങ്ങളെക്കുറിച്ച് വിശദമായി ചോദിച്ചറിഞ്ഞു. ജൂൺ 18 മുമ്പ് 2 തവണ കേതനും സിയയും കോട്ടയിൽ ട്രെക്കിങ്ങിനായി പോയിരുന്നു. മെയ് 31 ജൂൺ 14 യാത്ര. ചോദ്യങ്ങൾക്കുള്ള സിയയുടെ മറുപടികളിലെ പൊരുത്തക്കേടുകളും ഒഴിഞ്ഞുമാറലുകളും സഹോദരിയുടെ സംശയം ശക്തമാക്കി. തുടർന്നാണ് കുടുംബം അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിനെ സമീപിച്ചത്. അന്വേഷണത്തിനൊടുവിൽ സിയയ്ക്ക് ചേതൻ ചൌധരി എന്നയാളുമായി അടുപ്പമുണ്ടായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. ചേതനുമായുള്ള സിയയുടെ ബന്ധം വീട്ടുകാർക്ക് അറിയാമായിരുന്നുവെന്നാണ് കേതന്റെ കുടുംബം ആരോപിച്ചിരുന്നത്. കുടുംബത്തിന്റെ ആവശ്യപ്രകാരം പോലീസ് സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ദൃശ്യങ്ങളിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരാൾ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. പൂനെയിലെ കടുത്ത ചൂടിലും ഹൂഡി ധരിച്ചെത്തിയ യുവാവിനെ തേടിയുള്ള അന്വേഷണം ചേതനിലേക്ക് എത്തിച്ചു. സംഭവത്തെക്കുറിച്ചുള്ള സിയയുടെ മൊഴികളിലുള്ള വൈരുദ്ധ്യവും പോലീസിന് സംശയം വർദ്ധിപ്പിച്ചു. തുടർന്നാണ് ചേതനെയും സിയയെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. ഇരുവരുടെയും മൊഴികളിൽ വൈരുദ്ധ്യം കണ്ടെത്തിയതോടെ അന്വേഷണം ശക്തമാക്കി. തുടർന്നാണ് കൊലപാതകമെന്ന് തെളിഞ്ഞത്. ജൂൺ 23 ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി. സ്വന്തം ജന്മദിനത്തിൽ തന്നെയാണ് പ്രതിശ്രുത വരനെ കൊലപ്പെടുത്താൻ പ്രതി തിരഞ്ഞെടുത്തത്. 3 വർഷമായി ചേതനും സിയയും തമ്മിൽ അടുപ്പത്തിലായിരുന്നു. ഫോട്ടോ എടുക്കുന്നതിനിടയിൽ കേതൻ കാൽ തെറ്റി കൊക്കയിലേക്ക് വീണെന്നായിരുന്നു സിയ ആദ്യം പോലീസിനോട് പറഞ്ഞത്. എന്നാൽ ചേതനും സിയയും ചേർന്ന് കേതനെ തള്ളിയിടുകയായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. ബന്ധത്തിന് തടസ്സമാകുമെന്ന് കണ്ടതോടെയാണ് കേതനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത്. മൃതശരീരം കൊക്കയിൽ നിന്ന് കണ്ടെത്തിയതിനു പിന്നാലെ ഇൻസ്റ്റഗ്രാമിൽ വൈകാരികമായ ഒരു സ്റ്റോറിയും സിയ പങ്കുവച്ചിരുന്നു. കൊലപാതകത്തിൽ സാഹചര്യ തെളിവുകൾ ശക്തമാണ്. കേസിൽ ദൃക്സാക്ഷികളില്ലാത്തതാണ് വെല്ലുവിളി. പ്രതികൾ മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പാണ് നടത്തിയതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഓൺലൈനായാണ് കൊലപാതക രീതികൾ പഠിച്ചത്. കൊലപാതകത്തിന്റെ തലേന്ന് പൂനെയിലെ കഫേയിൽ സിയ ഗോയലും കാമുകൻ ചേതൻ ചൌധരിയും എത്തിയതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. കാമുകനൊപ്പം ഒളിച്ചോടാനുള്ള വഴി തിരഞ്ഞെടുക്കാതെ എന്തിന് കേതൻ അഗർവാളിനെ കൊന്നു എന്ന ചോദ്യം പ്രതികളോട് പോലീസ് ആവർത്തിച്ചു. സമൂഹത്തിനു മുന്നിൽ കുടുംബത്തിനുണ്ടാവുന്ന നാണക്കേട് ഭയന്നാണ് മറ്റു വഴികൾക്കു പകരം കൊലപാതകം തിരഞ്ഞെടുത്തതെന്നാണ് പ്രതികളുടെ മറുപടി. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.